കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ FIUGP വിൻഡോ ഉണ്ട്. അവിടെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഈ ഒരു പേജിലോട്ടാണ്. ഈ പേജിൽ നമ്മളുടെ 12th എക്സാം രജിസ്ട്രേഷൻ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. ഈ OTPയിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കാരണം ഇനിയൊരു ടൈം നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സൈറ്റിൽ കയറുന്ന സമയത്ത് ലോഗിൻ ഡീറ്റെയിൽസ് ഇതാണ്. ഇത് നമ്മൾ മറക്കാതെ എവിടെയെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് റിസർവേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതായത് മൈനോറിറ്റി ആണോ, കാസ്റ്റ്, OEC, EWS ഇങ്ങനത്തെയൊക്കെ കൊടുത്തതിന് ശേഷം NCC, NSS ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അങ്ങനെ റിസർവേഷൻ കാറ്റഗറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളുടെ എക്സാമിനേഷൻ പാസ് ചെയ്ത എക്സാമിനേഷൻ്റെ പേരും പിന്നെ കിട്ടിയ മാർക്കും സബ്ജക്റ്റും കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം.